നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആശുപത്രിയിൽ പോകാതെ ഡയാലിസിസ് എങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യാമെന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പമുള്ളത് കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ബിപിൻ ഗോപാലാണ്. NCD കൺട്രോൾ പ്രോഗ്രാം നോഡൽ ഓഫീസർ കൂടിയാണ് ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ, വെൽക്കം. പ്രേക്ഷകർക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ഒന്ന് വിശദമാക്കാമോ? പെരിറ്റോണിയൽ ഡയാലിസിസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നമ്മുടെ നാട്ടിലെ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോകാം. ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള രോഗങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒക്കെ ഒരു മൂർധന്യ ഭാഗമായിട്ട്, അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ടാണ് പലപ്പോഴും നമ്മുടെ വൃക്കകൾ അപകടത്തിലേക്കാവുന്നത്. നമ്മുടെ വൃക്കകൾ അപകടത്തിലായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, വൃക്കകളെ സംരക്ഷിക്കാനായിട്ട് ഉള്ള മാർഗമാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഈ ഡയാലിസിസ് തന്നെ നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞ ആശുപത്രികളിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഡയാലിസിസ്. അത് നമ്മൾ രക്തമാണ് നമ്മൾ ഡയാലിസിസിന് വിധേയമാക്കുന്നത്. പക്ഷേ അതിന് രോഗി ആശുപത്രിയിൽ വരേണ്ടി വരും. ആഴ്ചയിൽ 1, 2, 3 തവണ ആശുപത്രിയിൽ വന്ന് ഡയാലിസിസ് എന്നുള്ള ആ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടി വരും. ഇത് ആ രോഗികളുടെ ജോലിയെയും അവരുടെ സാമ്പത്തിക ഇതിനെയൊക്കെ ഒരുപാട് ബാധിക്കാറുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്, അല്ലെങ്കിൽ നമ്മുടെ വയറ് കിഴിച്ച് അതിലൂടെ നടത്തുന്ന ഡയാലിസിസ്, നമ്മുടെ കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ വയറിലൊരു കത്തീറ്റർ കടത്തിയിട്ട് ആ കത്തീറ്ററിലേക്ക് ഒരു ഫ്ലൂയിഡ്, ഡയാലിസിങ് ഫ്ലൂയിഡ് നമ്മൾ നിറയ്ക്കുന്നു. ഒരു 4 മണിക്കൂറിന് ശേഷം അത് പുറത്തേക്ക് കളയുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹീമോ ഡയാലിസിസിലൂടെ നമ്മൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ നടത്തപ്പെടുകയാണ്. കാരണം നമ്മുടെ വയറ്റിനകത്തെ പെരിറ്റോണിയം എന്ന് പറഞ്ഞ ഒരു ക്യാവിറ്റിയുണ്ട്. ആ ക്യാവിറ്റിയിലേക്കാണ് നമ്മൾ ഈ ഫ്ലൂയിഡ് നിറയ്ക്കുന്നത്. ഈ ഫ്ലൂയിഡിലേക്ക് നമ്മുടെ രക്തക്കൊഴലുകളിൽ നിന്നുള്ള അഴുക്കുകളായിട്ടുള്ള ക്രിയാറ്റിനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വലിച്ചെടുക്കുകയും ആ വലിച്ചെടുക്കുന്ന സാധനങ്ങൾ 4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ പുറത്തേക്ക് കളയുകയും ചെയ്യാണ്. ഏകദേശം ആ ഹീമോ ഡയാലിസിസിൽ കിട്ടുന്ന അതേ ഇഫക്റ്റ് തന്നെ നമുക്ക് പെരിറ്റോണിയൽ ഡയാലിസിസിലൂടെയും നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് രോഗിക്ക് ആശുപത്രിയിൽ പോകാതെ തന്നെ ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഡോക്ടർ, 2 തരത്തിലുള്ള ഡയാലിസിസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഈ 2 തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഡയാലിസിസും വീട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയുമോ? ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള റിസ്ക് എലമെൻറ്റ്സ് ഉണ്ടോ? നമുക്ക് പ്രധാനമായിട്ടും ആൾക്കാർക്ക് ഡയാലിസിസ് കേൾക്കുമ്പോഴത്തേക്കും ആശുപത്രികളിൽ ചെയ്യുന്ന ഹീമോ ഡയാലിസിസ് ആണ് ഓർമ്മ വരുന്നത്. അതിന് ഒരുപാട് ചിലവ് വരുന്നതാണ്. അത് സ്റ്റേറ്റിനും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ഒരുപാട് ചിലവ് വരുന്ന ഒരു പ്രക്രിയയാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ മെഷീനുകൾ വളരെ കോസ്റ്റ്ലിയാണ്. ആ മെഷീനുകൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതിന് നമുക്കൊരു RO പ്ലാന്റ്, അതിൻ്റെ വെള്ളം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള RO പ്ലാന്റ് സ്ഥാപിക്കണം. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ചാർജ് തന്നെ സർക്കാരിനൊരു ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ അവിടെ വരുന്ന രോഗികൾക്ക് ആഴ്ചയിൽ 3 ദിവസം അവർക്ക് ഡയാലിസിസിന് വേണ്ടിയിട്ട് വരേണ്ടി വരുന്നുണ്ട്. 3-4 അത് അവരുടെ രോഗത്തിനനുസരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ രോഗിക്ക് മറ്റൊരു ജോലിക്കോ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയാണ്. അവർക്ക് തന്നെയല്ല, അവർ ആശുപത്രിയിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്കൊരു ബൈസ്റ്റാൻഡറിനെ കൂടെ കൊണ്ടുവരേണ്ടി വരും. അവരുടെ ജോലി സമയം നഷ്ടപ്പെടുന്നുണ്ട്. ഡയാലിസിസിന് നല്ലൊരു തുക സർക്കാരിലും ചെറിയ രീതിയിലുള്ള ഫീസ് ഈടാക്കുന്നുണ്ട്. പ്രൈവറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട്, ഏകദേശം 1500 രൂപയോളം ഒരു ഡയാലിസിസിന് തന്നെ ആശുപത്രിയിൽ ഈടാക്കുന്നുണ്ട്. അതേസമയം CAPD എന്ന് പറഞ്ഞ ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് പ്രോഗ്രാമിൽ നമുക്ക് ആശുപത്രി വാസം നമുക്ക് ആവശ്യമില്ല. ഒരിക്കൽ നമ്മൾ ഈ കത്തീറ്റർ ഇട്ട് കഴിഞ്ഞാൽ രോഗികൾക്ക് വീട്ടിൽ വെച്ച് തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഈ ഡയാലിസിസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടിലും ഒരുപോലെ കോംപ്ലിക്കേഷൻസ് നിലനിൽക്കുന്നുണ്ട്. ഹീമോ ഡയാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രക്തക്കുഴലിനകത്താണ് ഈ കത്തീറ്റർ, നമ്മൾ അതിനകത്തൂടെയാണ് ഈ രക്തം ഡയാലിസിസ് മെഷീനിലേക്ക് കടത്തിവിടുന്നതും അതിനെ ശുദ്ധീകരിച്ച് തിരിച്ച് കൊണ്ടുവിടുന്നതും. ഇതെന്ന് പറയുമ്പോഴത്തേക്കും രക്തക്കുഴലുകളിലൊന്നും നമ്മൾ തൊടുന്നില്ല. പകരം വയറിനകത്ത് ഒരു കത്തീറ്റർ നിക്ഷേപിച്ചിട്ട് അതിലൂടെയാണ് ഈ ഡയാലിസിസ് നടത്തുന്നത്.
ഡോക്ടർ, എന്താണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ പെരിറ്റോണിയൽ ഡയാലിസിസ് പ്രോജക്റ്റ്? അതിൻ്റെ സാധ്യതകൾ എന്തെല്ലാമാണ് ഒന്ന് പറയാമോ? സംസ്ഥാന സർക്കാരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് പദ്ധതി മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇത് ഈ ഒരു സർക്കാരിൻ്റെ ഒരു നേട്ടമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കപ്പെടാവുന്ന ഒരു പദ്ധതിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഈ വൃക്ക രോഗികളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രത്യേക ജീവിതശൈലിയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് അനുസൃതമായി തന്നെ വൃക്ക രോഗികളുടെ എണ്ണവും കൂടുന്നുണ്ട്. അപ്പോൾ ഈ വൃക്ക രോഗികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചുള്ള ഡയാലിസിസ് സെൻ്ററുകൾ നമ്മുടെ നാട്ടിലില്ല. സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിൽ മാത്രം 105 ഹീമോ ഡയാലിസിസ് കേന്ദ്രങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ ഈ 105 ഡയാലിസിസ് കേന്ദ്രങ്ങളിലൂടെ ഒരു മാസം 48,000-ഓളം ഹീമോ ഡയാലിസിസ് നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി സർക്കാരിൻ്റെ പദ്ധതിയായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നതും അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ലഭിക്കുകയും ഇപ്പോൾ നമ്മൾ സൗജന്യമായിട്ടാണ് ഈ സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകി വരുന്നത്. ഏകദേശം 800-ഓളം രോഗികൾ നമ്മളുടെ പെരിറ്റോണിയൽ ഡയാലിസിസ് പ്രോഗ്രാമിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ അതിലേക്ക് വരാനായിട്ട് വില്ലിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യുകയാണ്. ഡോക്ടർ, എല്ലാ ജില്ലകളിലും ഈ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കില്ലേ? ഒന്ന് പറയാമോ? തുടക്കത്തിൽ ഒരു പൈലറ്റ് അടിസ്ഥാനത്തിൽ നമ്മൾ പാലക്കാട്, എറണാകുളം, തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് നടപ്പിലാക്കിയത്. പക്ഷേ അവിടെ നമുക്ക് ലഭിച്ച മികച്ച പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത് 14 ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, നമ്മൾ മെഡിക്കൽ കോളേജുകളുടെ സഹകരണം നമ്മൾ ഇതിൻ്റെ അകത്ത് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഡയാലിസിസിന് വേണ്ടിയിട്ട്, പെരിറ്റോണിയൽ ഡയാലിസിസിന് വേണ്ടിയിട്ട് കത്തീറ്റർ ഇടുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ചുമതല. അപ്പോൾ അതിന് സൗകര്യമില്ലാത്ത സർക്കാർ ജില്ലാ ആശുപത്രികളിൽ അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവർക്ക് ഈ കത്തീറ്റർ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ ആശുപത്രിയിൽ നിന്ന് ബാക്കി തുടർ ചികിത്സ അവർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടി വരുന്നതെന്ന് പറയുന്നത് ഡയാലിസിങ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഒരു കവറിൽ വരുന്നൊരു സാധനമാണ്. അത് ഒരാൾക്ക് ഡയാലിസിസ് ഒരു ദിവസം 2 or 3 വരുന്നതിനനുസരിച്ച് രോഗികൾക്ക് നമ്മളിത് സൗജന്യമായിട്ടാണ് ഈ ഡയാലിസിങ് ഫ്ലൂയിഡ് നൽകുന്നത്. തന്നെയല്ല, ഇടയ്ക്കിടയ്ക്ക് ഈ ഡയാലിസിങ് ഫ്ലൂയിഡ് വാങ്ങേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനേക്കായി 1 മാസത്തേക്കുള്ള ഡയാലിസിങ് ഫ്ലൂയിഡ് നമ്മൾ രോഗികൾക്ക് സൗജന്യമായിട്ടാണ് നൽകുന്നത്. ഡോക്ടർ, നമ്മുടെ ഈ നാട്ടിൽ ഒരുപാട് പേർ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി അവർക്ക് അറിയാൻ സാധിച്ചാൽ അതൊരു വലിയ ഉപകാരമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഈ പ്രൊജക്റ്റിനെ കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ച് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞ നമ്മുടെ സാധാരണ ഡയാലിസിങ് മെഷീനിലൂടെ രക്തം ശുദ്ധീകരിക്കുന്ന പ്രോസസ്സ് പോലെ തന്നെ നമ്മുടെ വയറിനകത്ത് ഒരു കത്തീറ്റർ നിക്ഷേപിച്ചുകൊണ്ട് അതിലൂടെ ഡയാലിസിസ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. തായ്ലാൻഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അവർ ഫസ്റ്റ് PD ഫസ്റ്റ് എന്നാണ് അവിടെ പറയുന്നത്. ആദ്യം ചെയ്യുന്നത് അവർ പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. അതിന് പെരിറ്റോണിയൽ ഡയാലിസിസിൻ്റെ സാധ്യത കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർ ഹീമോ ഡയാലിസിസിലേക്ക് പോകാറുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രികളിലും, നമ്മുടെ സർക്കാർ എല്ലാ ജില്ലാ ആശുപത്രിയിലും, അതായത് ഒരു ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിലാണ് നമ്മളിപ്പോൾ CAPD പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണോ വേണ്ടത്, ഹീമോ ഡയാലിസിസ് ആണോ വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അവരെ ചികിത്സിക്കുന്ന നെഫ്രോളജിസ്റ്റോ അല്ലെങ്കിൽ ഫിസിഷ്യനോ ആണ്. ഒരിക്കൽ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രൊസീജിയർ അവർക്ക് കത്തീറ്റർ ഇടുക എന്നുള്ളതാണ്. കത്തീറ്റർ നമ്മൾ ഫ്രീ ആയിട്ടാണ് നൽകുന്നത്. അതിനുശേഷം ആദ്യത്തെ ദിവസം അവരെ ആശുപത്രിയിൽ വെച്ച് തന്നെ ഈ ഡയാലിസിസ് നടത്തും. അതിനായിട്ട് ഒരു പെരിറ്റോണിയൽ ഡയാലിസിങ് ഫ്ലൂയിഡ് ഉണ്ട്, ഒരു ദ്രാവകമാണ്. ആ ദ്രാവകം ഈ കത്തീറ്ററിലൂടെ നമ്മുടെ വയറിലെ പെരിറ്റോണിയൽ ക്യാവിറ്റിയിലേക്ക് നിറയ്ക്കുന്നു. ഈ പെരിറ്റോണിയൽ ക്യാവിറ്റിയിൽ നിറച്ച് രക്തക്കുഴലുകളാണ്, നമ്മുടെ കാപ്പിലറീസാണ്. ആ കാപ്പിലറീസിലേക്ക് വരുന്ന രക്തത്തിലെ മാലിന്യങ്ങളെ മുഴുവൻ ഈ ഡയാലിസിങ് ഫ്ലൂയിഡ് വലിച്ചെടുക്കുകയും ഏകദേശം ഒരു 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈ ഫ്ലൂയിഡ് നമ്മൾ ഒഴിച്ച് കളയുകയും ചെയ്യുകയാണ്. അത് കഴിയുമ്പോൾ നമ്മൾ ബാഗ് ഡിസ്കണക്ട് ചെയ്യാം, ആ പേഷ്യൻറ്റിന് ഫ്രീ ആയിട്ട് നടക്കുകയും ചെയ്യാം. അങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവരുടെ ജോലി മുടങ്ങാതെ തന്നെ അവർക്ക് ഡയാലിസിസ് ചെയ്യാനുള്ളൊരു സൗകര്യമാണ് ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് പദ്ധതിയിലൂടെ നൽകി വരുന്നത്.
വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ പെരിയാറിൽ നിന്ന് നമുക്കൊപ്പം ഇപ്പോൾ സോമൻ ചേരുന്നുണ്ട്. ഡോക്ടറോട് സംസാരിച്ചോളൂ. സോമൻ നമസ്കാരം, പറഞ്ഞോളൂ. ഡോക്ടർ, ആ കോള് കട്ടായിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഇല്ലെങ്കിൽ ഡോക്ടർ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? അതായത് ഇനി പറയാനുള്ളത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. കാരണം ജനങ്ങൾക്ക് അതും കൂടെ അറിയാനൊരു ആശങ്കയുണ്ടാകും. കാരണം ഇങ്ങനെ ഒരു പുതിയ പദ്ധതി അതിലേക്ക് ഉൾപ്പെടാനായിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസിന് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഹീമോ ഡയാലിസിസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ രക്തക്കുഴലിലൂടെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ രോഗികൾ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പെരിറ്റോണിയൽ ഡയാലിസിസിന് നമ്മുടെ വയറ്റിനകത്തൊരു വയറ് കിഴിച്ചിട്ടാണ് ഈ കത്തീറ്റർ നമ്മൾ അതിൻ്റെ അകത്ത് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ നേരാവണ്ണം നമ്മളത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പെരിറ്റോണൈറ്റിസ് പോലെയുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിനുള്ള പരിശീലനവും അതിനുള്ള ട്രെയിനിങ്ങും ഒക്കെ നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ രോഗികളെ പറഞ്ഞു വിടുന്നത്. വൃത്തിയുള്ള സാഹചര്യത്തിൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്റ്റെറിലിറ്റി, ആ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉള്ള സൗകര്യം അവരുടെ വീട്ടിലും അതുപോലെ ചെയ്യുന്ന ആശുപത്രിയിലും ഉണ്ടാവണം. അതാണ് അതിൻ്റെ ഏക ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ ഈ രോഗിക്ക് എത്ര നേരം ഡയാലിസിസ് ചെയ്യണം തീരുമാനിക്കുന്നത് അവരുടെ രോഗത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ്. ചില രോഗികൾക്ക് രാത്രി മുഴുവൻ ഈ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഉറക്കം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യാൻ സാധിക്കുന്ന മെഷീൻസ് ഉണ്ട്. ആ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീൻസിലേക്ക് ഇത് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായ ഇടവേളകളിൽ ആൾ ഉറങ്ങുമ്പോൾ തന്നെ അവരെ ഉണർത്താതെ ഈ ഡയാലിസിങ് പ്രക്രിയ നടത്താൻ സാധിക്കും. ആ മെഷീൻ അത്ര വലിയ വിലയൊന്നുമില്ല. സൈക്ലർ എന്ന് പറയും. ആ മെഷീൻ തന്നെയുമല്ല, അത് വാടകയ്ക്കും റെൻറ്റിനും കിട്ടുന്ന ഒരു മെഷീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ CAPD ഇതിലേക്ക് പോയ രോഗികൾക്ക് വേണമെങ്കിൽ ആ മെഷീൻ സ്വന്തമായിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്കൊപ്പം ഇപ്പോൾ എറണാകുളത്ത് നിന്ന് മോഹനൻ ചേരുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ കംപ്ലീറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്ന ഏക ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആരോഗ്യ പ്രവർത്തകരും ആ വ്യക്തിയും ആ വ്യക്തിയുടെ കൂട്ടിരിപ്പുകാരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ 800ഓളം രോഗികൾക്ക് നമുക്ക് ഇതുവരെ ഒരിടത്തും ഒരു മേജർ കോംപ്ലിക്കേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ആ പ്രോഗ്രാമിൻ്റെ ഒരു വിജയമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സംശയം തോന്നും, എങ്ങനെ വീട്ടിൽ തന്നെ ഡയാലിസിസ് ചെയ്യാം, ഇതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ആദ്യത്തെ പ്രാവശ്യം അവർ ഡോക്ടറെ അടുത്ത് ആശുപത്രിയിൽ തന്നെ പോകേണ്ടി വരും. ആശുപത്രിയിൽ വെച്ചിട്ട് അവർക്ക് ഈ കത്തീറ്റർ ഇൻസേർട്ട് ചെയ്യും. ആ ഒരു പ്രൊസീജിയറാണ് ആശുപത്രിയിലെ പ്രധാന പ്രൊസീജിയർ. ഒരിക്കൽ ആ കത്തീറ്റർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ പെർമനൻ്റ് ആയിട്ട് തന്നെ അതവിടെ ഇരിക്കും. അവർക്കത് മാറ്റേണ്ട കാര്യമില്ല. പിന്നീട് അവർക്ക് ആവശ്യമായിട്ടുള്ള എത്ര ബാഗുകളാണ് ഒരു മാസത്തേക്ക് ആവശ്യമായിട്ട് വരുന്നത് അത് ആശുപത്രിയിൽ തന്നെ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നു. അത് അവർക്ക് വീട്ടിൽ പോയിട്ട് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡറുടെ സഹായത്തോടു കൂടിയോ കൃത്യമായ ഇടവേളകളിൽ, രാവിലെയും രാത്രിയിലുമാണെങ്കിൽ രാവിലെയും രാത്രിയിൽ, 3 നേരമാണെങ്കിൽ 3 നേരവും അവർ ഈ ബാഗിൽ പുതിയ ബാഗ് ഇടുക, അതിലെ വെള്ളം ഈ കത്തീറ്ററിലൂടെ വയറിൽ നിറയ്ക്കുക, അതിനുശേഷം 4 മണിക്കൂറിന് ശേഷം അത് തുറന്നു വിടുക. ആ ഒരു സിമ്പിൾ പ്രൊസീജിയറാണ്. അത് ഒരിക്കലും അത് ശീലിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ പെരിറ്റോണിയൽ ഡയാലിസിസ്. ഡോക്ടർ, ചെറുവത്തൂരിൽ നിന്നൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം, പറഞ്ഞോളൂ. സാർ, എൻ്റെ ഹസ്ബൻഡിന് ക്രിയാറ്റിൻ 7.2 ആണ് ഉണ്ടായത്. ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാവോ? രാധ, ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാവോ? ടിവിയുടെ വോളിയം കുറച്ച് സംസാരിക്കൂ.
ഹലോ ഹലോ. അതെ, അത് സംസാരിച്ചോളൂ, ഡോക്ടറോട് സംസാരിക്കാം. ക്രിയാറ്റിൻ 7 വരെ ആണെന്നുള്ള കാര്യം കേട്ടു, ബാക്കി കാര്യം പറയൂ. ക്രിയാറ്റിൻ നോക്കിയപ്പോ 5.4 ഉണ്ടായിരുന്നേ, 5.4 എത്തിയിട്ടുണ്ട്. ഹീമോഗ്ലോബിൻ കുറവാണ്. പറഞ്ഞോളൂ. ഒരു 10-20 ഗുളിക കഴിക്കുന്നുണ്ട്. നമുക്ക് ഈ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുന്നതും കുറയുന്നതും നമ്മുടെ ഭക്ഷണ രീതിയുടെയും ചികിത്സയുടെയൊക്കെ ഭാഗമായിട്ട് ഇതിന് ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ടിരിക്കും. ഇതിനകത്ത് നമ്മുടെ കിഡ്നിയിലെ നെഫ്രോൺസ് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, തിരിച്ച് വരാത്ത രീതിയിൽ നഷ്ടപ്പെടാവുന്ന ഒരു അവസ്ഥയിലെത്തുമ്പോഴാണ് നമ്മൾ ഡയാലിസിസിലേക്ക് കടക്കുന്നത്. അപ്പോൾ അത് ഡയാലിസിസിലേക്ക് പോകണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ്. നമ്മുടെ യൂറിയയുടെ അളവും അതുപോലെ തന്നെ ക്രിയാറ്റിൻ്റെ അളവൊക്കെ നമുക്ക് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ, അത് തിരിച്ച് താഴേക്ക് വരാത്ത രീതിയിലേക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയാലിസിസ് പോലെയുള്ള ചികിത്സാ രീതിയിലാണ് അവലംബിക്കേണ്ടത്. അപ്പോൾ അത് തീരുമാനിക്കേണ്ടത് കൺസേൺഡ് നെഫ്രോളജിസ്റ്റോ അല്ലെങ്കിൽ അവിടെ ആരെയാണോ കാണുന്നത് അവിടെ നിന്നുള്ള അഭിപ്രായം ആരായാൽ മതി. ഡോക്ടർ, ഈ പെരിറ്റോണിയൽ ഡയാലിസിസിൻ്റെ കുറേ അധികം പ്രൊജക്റ്റുകൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സാമ്പത്തിക വശം, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സർവീസുകൾ എവിടെയൊക്കെ കിട്ടും, ഒന്ന് വ്യക്തമാക്കാമോ? പെരിറ്റോണിയൽ ഡയാലിസിസ് ഹീമോഡയാലിസിസിനെ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ചിലവ് കുറഞ്ഞൊരു പ്രൊസീജിയറാണ്. ഹീമോഡയാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്, അത് ഏകദേശം കോടികൾ വരും. മെഷീൻ വാങ്ങിക്കാനും RO പ്ലാന്റ് സെറ്റ് ചെയ്യാനുള്ള കോസ്റ്റ്, ഇതെല്ലാം ആ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ പ്രക്രിയയിലേക്കുള്ള ചാർജാണ്. അതുപോലെ രോഗിക്ക് ഓരോ പ്രാവശ്യം വന്ന് പോകുന്നതിനും ചാർജുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ചാർജുണ്ട്. പിന്നെ രോഗിക്കുള്ള ജോലി അവരുടെ നഷ്ടപ്പെടുകയാണ്, അപ്പോൾ അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയുള്ള സാമ്പത്തിക നഷ്ടം, കൂട്ടിരിപ്പുകാർ വരുമ്പോൾ അവരുടെ സാമ്പത്തിക നഷ്ടം, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ സാമ്പത്തികമായിട്ടും ഹീമോഡയാലിസിസിനുണ്ട്. അതേസമയം പെരിറ്റോണിയൽ ഡയാലിസിസിന് ഒരിക്കൽ കത്തീറ്റർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ബാഗുകൾ വാങ്ങിക്കേണ്ട ചിലവ് മാത്രമാണ് വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ കേരള സർക്കാർ ആദ്യമായിട്ട് ഇതൊരു പൈലറ്റായിട്ട് സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് തന്നെ ഇത് നടപ്പിലാക്കുകയും പിന്നീട് ഇത് പദ്ധതി വിജയിച്ചു. ഡോക്ടർ, നമുക്ക് വിശദമായി ഈ ഒരു ചോദ്യത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ഒറ്റപ്പാലത്ത് നിന്ന് ഷെരീഫ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷെരീഫ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കണം ഷെരീഫ്. സാറേ നമസ്കാരം. നമസ്കാരം. എൻ്റെ ഒരു ബ്രദർ ഉണ്ട്. ബ്രദർ ഒരു 7 വർഷമായിട്ട് ആർട്ടിന്റെ പിന്നെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതാണ്. അപ്പോൾ ഞങ്ങളിപ്പോ ഏകദേശം 1 മാസമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ക്രിയാറ്റിൻ 8 വന്നിരുന്നു. അപ്പോൾ അവിടുത്തെ നെഫ്രോ പറഞ്ഞു ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഞങ്ങളിപ്പോ തുടങ്ങിയിട്ടുണ്ട്. ആരംഭിച്ചോ? പെരിറ്റോണിയൽ ഡയാലിസിസ് തന്നെയാണ് ആരംഭിച്ചത്. അപ്പൊ അത് ഞാനെന്താ വെച്ചാൽ അയാൾക്ക് നല്ല ആവശ്യത്തുള്ള ഒരാളാണ്. ദിവസം ആഴ്ചയിൽ 3 പ്രാവശ്യമാണ് ആഴ്ചയിൽ 3 പ്രാവശ്യമാണ് ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സാറ് പറഞ്ഞ ഈ പെരിറ്റോ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ വെച്ചാൽ ചെയ്യാൻ പറ്റുമോ എന്താണെന്ന് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ ഹീമോഡയാലിസിസ് ആരംഭിച്ചിട്ടുള്ള രോഗികൾ തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസിലേക്ക് മാറുന്ന ഒരു സാഹചര്യവും നമുക്ക് ഉണ്ട്. അത് തീരുമാനിക്കേണ്ടത് ഏത് ഡോക്ടറെയാണോ കാണുന്നത് അവരോട് നമുക്ക് പറയാം. കാരണം നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസിലേക്ക് ഞങ്ങൾക്ക് മാറിയാൽ കൊള്ളാമെന്ന് ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ബാക്കി ആരോഗ്യവകുപ്പ് ആ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊള്ളും. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ജില്ലാ ആശുപത്രിയിൽ, ഇപ്പോൾ പട്ടാമ്പി ആകുമ്പോഴത്തേക്കും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഏറ്റവും നല്ല ഡയാലിസിസ് യൂണിറ്റ് നടക്കുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് യൂണിറ്റ് നടക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസിൻ്റെ നേതൃത്വത്തിലുള്ള പാലക്കാട് യൂണിറ്റാണ്. അവിടുന്ന് സൗജന്യമായിട്ടാണ് ഈ പെരിറ്റോണിയൽ ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അത് ഇനി പിന്നെ നമുക്ക് ഇതിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ
അവിടുത്തെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണദാസ് സാറിനെ കണ്ടിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലാണ്. പ്രൈവറ്റ് ആശുപത്രിയിൽ ചെയ്യുന്ന കേസുകളും നമ്മൾ ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ എവിടെയാണോ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അവിടുന്ന് അവരോട് ചോദിച്ച ശേഷം കത്തീറ്റർ അവിടുന്ന് ഇടുക. പിന്നീട് ബാക്കി ട്രീറ്റ്മെൻറ്റ് നമുക്ക് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. രോഗിക്ക് പിന്നീട് ജില്ലാ ആശുപത്രിയിൽ വരേണ്ട ആവശ്യമില്ല. നമുക്ക് ബൈസ്റ്റാൻഡേഴ്സിന് തന്നെ പോയി ഈ ബാഗ് വാങ്ങിച്ചുകൊണ്ട് വരാവുന്നതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. വ്യക്തമാണെന്ന് കരുതുന്നു ഡോക്ടർ. നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിന്റെ പ്രൊജക്റ്റുകൾ സാമ്പത്തിക അപ്പോൾ ഇതിനൊരു ഭയങ്കര സാമ്പത്തിക ചെലവ് സർക്കാരിന് വരുന്നുണ്ട്. കാരണം ഒരു ബാഗിന് ഏകദേശം 350 രൂപയാണ്. ഒരു രോഗിക്ക് ഒരു മാസം 90 ബാഗോളം വേണ്ടി വരും. അങ്ങനെ നമ്മളൊരു വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഒരു 7 കോടി രൂപയാണ് നമുക്ക് കേന്ദ്ര സർക്കാർ നമ്മൾ 60-40 അനുപാതത്തിൽ NHM പദ്ധതി വഴി നമ്മൾ വാങ്ങിയത്. എന്നിട്ട് തന്നെ നമുക്ക് ബാഗുകൾ തികയാത്തൊരവസ്ഥയിലേക്ക് വന്നു. അടുത്ത വർഷം നമ്മളത് 13 കോടിയായിട്ട് അതിനെ ഉയർത്തുകയാണ്. അപ്പോൾ ആ ഒരു സാമ്പത്തികം സർക്കാർ, നമ്മുടെ സംസ്ഥാന സർക്കാർ വഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ രോഗികൾക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു ജില്ലാ ആശുപത്രിയിൽ മാത്രമാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ജില്ലയുടെ പല ഭാഗത്തുള്ള ആൾക്കാർക്കും ഈ ജില്ലാ ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ അടുത്ത വർഷം തൊട്ട് കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക്, നമ്മൾ താലൂക്ക് ലെവൽ ആശുപത്രികളിലേക്കും കൂടി ഇത് വ്യാപിപ്പിക്കുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനും നമുക്ക് സാങ്കേതികമായ പല പരിമിതികളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു എല്ലാ സാഹചര്യങ്ങളിലൊന്നും ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ലെന്ന്. ഏതൊക്കെ സാഹചര്യങ്ങളാണെന്നൊന്ന് പറയാമോ? സാഹചര്യം എന്ന് പറയുമ്പോൾ പെരിറ്റോണിയൽ ഡയാലിസിസ് ഒന്ന് ആ രോഗിയുടെ ബൈസ്റ്റാൻഡറും മാനസികമായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. സ്വയം കുറേ നിയന്ത്രിക്കപ്പെടേണ്ട, കാരണം ഇത് ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു ആശുപത്രിയുടെ മേൽനോട്ടത്തിൽ ചെയ്യാത്തത് കൊണ്ട് സ്വന്തമായി അതിനെ നിയന്ത്രണങ്ങളുടെ ഉപാധികളിലൊക്കെ പാലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാർ മാത്രമേ ഈ പെരിറ്റോണിയൽ ഡയാലിസിസിലേക്ക് വരാവൂ. പിന്നെ വൃത്തി ഒരു വലിയ ഘടകമാണ്. പിന്നെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ള രോഗികളാണെങ്കിൽ, മറ്റ് ഹൃദ്രോഗം, മറ്റ് കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈ പെരിറ്റോണിയൽ ഡയാലിസിസിലേക്ക് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഉചിതം. അതുപോലെ തന്നെ ഒരുപാട് കുടവയറുള്ള ആൾക്കാർക്കും ഒക്കെ ഇതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ മാത്രമാണ് ഇതിനകത്തൊരു നമ്മളൊരു കോൺട്രാ ഇൻഡിക്കേഷനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കാം എന്ന് നമ്മൾ പറയുന്നൊരു സ്റ്റേജ്. എന്നാൽ പോലും അത് ആത്യന്തികമായിട്ട് അത് ഡോക്ടറുടെ തീരുമാനമാണ് ഇത് ചെയ്യാമോ വേണ്ടേ എന്നുള്ളത്. വ്യക്തമാണ് ഡോക്ടർ. ഹലോ ഡോക്ടറിന് അനുവദിച്ച ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഡയാലിസിസ് എങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യാമെന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്തത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ബിപിൻ ഗോപാലാണ്. വളരെയധികം നന്ദി ഡോക്ടർ. താങ്ക് യു വെരി മച്ച്. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.